നമ്മളിനി പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കിയിലെ ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് തകർന്നിട്ട് ഒരു പതിറ്റാണ്ടിലധികമായി. 2.5 വർഷം മുൻപ് പുനരുദ്ധാരണ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നിൽ പല കാരണങ്ങളാണ്. ചെളിക്കുളമായ വഴിയിലൂടെ നടുവൊടിഞ്ഞാണ് ആളുകളുടെ യാത്ര. പേരിനു മാത്രം ഒരു വഴി, അതായിരുന്നു ചേരിയാർ പള്ളിക്കുന്ന് നിവാസികളുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായുള്ള അവസ്ഥ. 2.5 വർഷം മുമ്പ് ഈ റോഡിന്റെ പുനരുദ്ധാരണം തുടങ്ങി. ഒരു ശാപമോക്ഷം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുഴിയിൽ നിന്ന് കുളത്തിലേക്ക് ചാടിയ അവസ്ഥയിലാണിപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,25 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. 2.5 വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡാണിത്. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥ. പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിതയാത്രയാണ് ഇപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ പോയി PMGSY ഓഫീസിൽ പോയി നേരിട്ട് പരാതികൾ കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ഒരു ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളുള്ള റോഡിൽ എങ്ങനെ നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റും? അങ്ങോട്ടും പോകാൻ സാധിക്കില്ല, ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റിലില്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെ വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. 1 വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്ട് നേരെ വഴി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. അതേപോലെ റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടാണെങ്കിലും വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഈ കോൺട്രാക്ടർക്ക്. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ വഴക്കും ബഹളവുമായിട്ട് പോകുമല്ലാതെ ഒരു വർക്കുകളും നേരെ ചെയ്യുന്നില്ല. 2 മാസം മുമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ചെങ്കിലും അതിനധിക ദിവസം ആയുസുണ്ടായില്ല. വേനൽ മഴ ശക്തമായതോടെ റോഡേതാ തോടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ദിനം പ്രതി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഈ റോഡിലുള്ളത്. അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയപ്പോൾ പ്രദേശവാസികൾ ആശ്വാസത്തിലായിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെ തന്നെയായി. മഴക്കാലം കൂടി വരുന്നതോടെ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. പണ്ടൊരു സിനിമ ഞങ്ങൾ കണ്ടതുപോലെ ഉണ്ട്. എന്നാ വെച്ചാൽ വെള്ളിമൂവിക്കകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീലയോടെ കൂടി പ്രസിഡന്റ് കേന്ദ്രമന്ത്രി സർമാജിയെ പോയി കാണുകയും അന്നേരം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഈ റോഡ് അനുവദിച്ചു എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ബിജുമോന്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വന്ന് ഇവിടെ ബൈക്ക് വെച്ച് കെട്ടി ഉടനെ തന്നെ 6 മാസത്തിനുള്ളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 6 മാസം പോയിട്ട് ഇപ്പം 2 വർഷമായി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെങ്കൊച്ചി ഇവിടെ വന്ന് ഈ റോഡിൽ വന്ന് ബൈക്കിൽ വന്ന് വീണ് അവർക്ക് രാജാക്കാട് പോയി കൈ ഒടിഞ്ഞ് അതിൽ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെല്ലാം മോശമായ വളരെ രീതികൾ പല ബുദ്ധിമുട്ടുകളും പിന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കടയിലേക്ക് ഒരു സൈഡിൽ നിന്ന് വെള്ളം വന്നുള്ളൂ. ഇപ്പം 3 സൈഡിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കടങ്ങ് നിറയുകയാണ്. ഒരു മനുഷ്യർ കടയ്ക്കകത്ത് കയറി വരാത്ത രീതിയിലായി. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കടകളിലെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം മുറുതി മുട്ടി. എല്ലാവരും മാസ്ക് വെച്ച് ദുരിതം അനുഭവിക്കുകയാണ്.